ഷാർജ ഫെസ്റ്റിവൽ ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്ക എന്ന രാജ്യത്തിൻ്റെ സാഹിത്യപരവും കലാപരവും സാംസ്കാരികപരവുമായ നേട്ടങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഫെസ്റ്റിവൽ ജനുവരി 24-ന് ഷാർജ ലൈറ്റ് വില്ലേജിൽ ആരംഭിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ച ജനുവരി 27 വരെയാണ് ഈ ഉത്സവം നടക്കുന്നത്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. മാനുഷിക മൂല്യങ്ങളുടെയും ഹൃദയബന്ധങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളുടെയും വികാര വിചാരങ്ങളുടെയും നേർസാക്ഷ്യങ്ങളായ ഒത്തിരി സാഹിത്യ സൃഷ്ടികൾ ഈ മേളയിൽ ഉണ്ട്. വർണ്ണമനോഹരമായ ആഫ്രിക്കയുടെ വസ്ത്രവിധാനത്തിൻ്റെ ചരിത്രവും കഥകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം മേളയിലുണ്ട്. രുചിവൈഭവങ്ങളുടെ വൈവിധ്യങ്ങൾ അണിനിരത്തിയിരിക്കുന്ന സ്റ്റോളുകൾ സമ്മാനിക്കുന്നത് ആഫ്രിക്കയുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. ആഫ്രിക്കൻ സംഗീതവും ആ രാജ്യത്തിൻ്റെ തനതായ വാദ്യോപകരണങ്ങളും താളലയങ്ങളും തീർക്കുന്നത് ലോക ചരിത്രത്തിൽ ആഫ്രിക്ക എന്ന രാജ്യം നൽകിയ സംഭാവനകൾ. അത് നേരിട്ടറിയാൻ ഈ മേള നൽകുന്നത് വളരെ വലിയ ഒരു അവസരമാണ്. ആഫ്രിക്കൻ ചിത്രകാരന്മാരുടെ സർഗസൃഷ്ടികൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ആർട്ട് ഗാലറി മേളയിലുണ്ട്. ആഫ്രിക്കൻ എഴുത്തുകാരുമായി സംവദിക്കാൻ കഴിയുന്ന വർക്ക്ഷോപ്പുകൾ, പാനൽ ഡിസ്കഷനുകൾ, പുസ്തക ചർച്ചകൾ തുടങ്ങിയവയും കൊണ്ട് ഈ ഉത്സവം ആഫ്രിക്കൻ സാഹിത്യ പൈതൃകത്തിൻ്റെയും നേട്ടങ്ങളുടെയും എല്ലാം മനോഹരമായ ഒരു അനുഭവം സമ്മാനിക്കുമെന്നുള്ളത് ഉറപ്പ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമായ സൗത്ത് ആഫ്രിക്ക. ആ കഥകൾ സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ആ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെയും പങ്ക് വളരെ വലുതാണ്. അടിച്ചമർത്തലുകളുടെയും അടിമത്വത്തിൻ്റെയും ഒക്കെ ഇരുട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആഫ്രിക്കയ്ക്ക് പറയാനുള്ള കഥകൾ അതിജീവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ വിജയഗാഥകളാണ്. ജനുവരി 27 തിങ്കളാഴ്ച വരെ ഷാർജ ലൈറ്റ് വില്ലേജിൽ നടക്കുന്ന ആഫ്രിക്കയുടെ ഈ സാഹിത്യോത്സവം ഒരുക്കുന്നത് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷകർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുടെ മാർഗനിർദ്ദേശത്തോടു കൂടിയാണ് എന്നത് ഈ ഉത്സവത്തിൻ്റെ മഹിമയും ലോകരാജ്യങ്ങൾക്ക് ഷാർജ നൽകുന്ന പ്രാധാന്യവുമൊക്കെ വിളിച്ചോതുന്നു. സമാനതകളില്ലാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച മേളയിൽ നിന്നും വീണ്ടും വരാമെന്ന മനസ്സോടെ വിട പറയുന്ന ഓരോ സന്ദർശകരോടും ഈ മേള പറയുന്ന ഒരു കാര്യമുണ്ട്: ലീവ് വിത്ത് ആഫ്രിക്കൻ സ്റ്റോറീസ് ആൻഡ് കം ബാക്ക് ഫോർ ഇറ്റ്സ് ചാം. അതെ, നമുക്കും തിരിച്ചു പറയാം, ആഫ്രിക്കൻ കഥകൾക്ക് നന്ദി, വീണ്ടും വരാം.